ചരിത്രം വഴിമാറുകയാണ്. ലോകത്തെ ആയുധ ഭീമന്മാർ ഇതാ ആയുധം വാങ്ങാൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക്. ഫ്രാൻസ് ഇന്ത്യയുടെ പിനാക്ക മിസൈൽ വാങ്ങുന്നു. ഇന്ത്യയിൽ നിന്നും ഇത് ആദ്യമായാണ് ഒരു ലോക മഹാശക്തി ആയുധം വാങ്ങുന്നത്. മുങ്ങിക്കപ്പലുകളുടെ ശാല, യുദ്ധവിമാനങ്ങളുടെ കുലപതി, അങ്ങനെയൊക്കെയുള്ള ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും ആയുധം വാങ്ങുന്നത് ചെറിയ കാര്യമല്ല. ഇനി പറയൂ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയം, അതിന്റെ ശക്തി. ഇതുവരെ മുന്നോട്ട് വെച്ചതിൽ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് പിനാക്ക റോക്കറ്റുകൾ. ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളെയാണ് പിനാക്ക റോക്കറ്റുകൾ എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാനാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുക. തുടർച്ചയായി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ അതുവഴി ശത്രു സൈന്യത്തിന്റെ സൈനിക നീക്കത്തെ തടയാനും തകർക്കാനും സാധിക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിംഗ് സംവിധാനം ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് അഭിമാനം നിറഞ്ഞ ഒരു നേട്ടം തന്നെയാണ്. ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്ത പിനാക്കയുടെ കൃത്യതയും സ്ഥിരതയും DRDO വിലയിരുത്തിയിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിലുള്ള പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിനാക്കയുടെ പരീക്ഷണ വിജയം ആക്കം കൂട്ടി. അമേരിക്കയുടെ ഹിമാർ സംവിധാനത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന പിനാക്ക സംവിധാനം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സംഘർഷബാധിതമായ അർമേനിയയാണ് പിനാക്ക സംവിധാനം വാങ്ങാൻ ആദ്യ ഓർഡർ നൽകിയത്. ഇപ്പോൾ ഫ്രാൻസും പിനാക്കയ്ക്കായി അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സൈന്യത്തിന്റെ പീരങ്കി വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയാണ് പിനാക്കയുടെ സമ്പാദനത്തിലൂടെ ഫ്രാൻസ് ലക്ഷ്യമിടുന്നത്. പിനാക്ക പാണി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തമായ നാമം. മഹാദേവന്റെ വില്ലായ പിനാക്കത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം. വിഷ്ണു പുരാണം, ശിവപുരാണം തുടങ്ങിയ പുരാണ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പിനാകത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ത്രിപുര ദഹനം ഭഗവാൻ സാധ്യമാക്കിയത് അജഗവം എന്ന വില്ലിൽ നിന്ന് തൊടുത്ത പാശുപതാസ്ത്രത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് DRDO പിനാക്കം എന്ന പേര് നൽകിയത്. റഷ്യൻ ഗ്രാഡ് BM-21 റോക്കറ്റ് ലോഞ്ചറിന് പകരമായാണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഇന്ത്യ വിന്യസിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിലാണ് ഇത് ആദ്യമായി ഉപയോഗപ്പെടുത്തിയത്. യുദ്ധസമയത്ത് തന്ത്രപ്രധാനമായ ഉയരങ്ങളിലുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ പിനാക്ക സംവിധാനം നിർണായക പങ്ക് വഹിച്ചിരുന്നു. പിനാക്കയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ആക്രമണകാരിയാക്കാനുള്ള ശ്രമവും നടന്നിരുന്നു. സൈന്യത്തിലെ മുൻ ആർട്ടിലറി വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ PR ശങ്കർ. പരമാവധി 75 കിലോമീറ്റർ ദൂരത്തേക്ക് മാത്രമേ പിനാക്ക ഉപയോഗിച്ച് ആദ്യം ആക്രമണം നടത്താനാകൂ. എന്നാൽ പിനാക്കയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മാറ്റി അതിൽ തദ്ദേശീയമായി വികസിപ്പിച്ച റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാനാകുമോ എന്ന പരീക്ഷണവും നടന്നിരുന്നു. പിനാക്കയുടെ ആക്രമണ പരിധി 3 ഇരട്ടി വർദ്ധിപ്പിക്കാനാണ് അത്തരത്തിലൊരു പരീക്ഷണം നടത്തിയത്. 225 കിലോമീറ്റർ ദൂരത്തേക്ക് ആക്രമണം നടത്താൻ സാധിക്കും. റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റവും റോക്കറ്റ് ലോഞ്ചറും മറ്റും ഉപയോഗിക്കാനുള്ള സൗകര്യവും കുറയാൻ പാടില്ല. ആ ഉദ്ദേശത്തിലാണ് ഗവേഷണം മുന്നോട്ട് പോയത്. റോക്കറ്റ് എഞ്ചിനെ അപേക്ഷിച്ച് റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് സഹായിക്കും എന്ന് തന്നെയാണ് ഗവേഷകർ പറയുന്നത്. സാധാരണയായി റോക്കറ്റ് മുന്നോട്ട് പോകുന്നതിന്റെ വേഗത കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുത്ത് ഇന്ധനവുമായി ചേർത്ത് ജ്വലനം സാധ്യമാക്കുന്നവയാണ് റാംജെറ്റ് എഞ്ചിൻ. നിലവിൽ റോക്കറ്റിനുള്ള ഖര ഇന്ധനത്തിനൊപ്പം ജ്വലനം എളുപ്പമാക്കാൻ ഓക്സിഡൈസറും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓക്സിഡൈസറിന്റെ അളവ് കുറയ്ക്കാൻ റാംജെറ്റ് എഞ്ചിനിലൂടെ സാധിക്കും. കൂടുതൽ ദൂരം യാത്ര ചെയ്യുമ്പോഴും റോക്കറ്റിന്റെ കാര്യക്ഷമത കുറയില്ല. ശത്രു കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ കൃത്യമായ ആക്രമണം നടത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ശത്രു കേന്ദ്രത്തോട് കൂടുതൽ സമീപത്ത് റോക്കറ്റ് ലോഞ്ചിംഗ് സംവിധാനം കൊണ്ടുവരേണ്ട ആവശ്യവും വരുന്നില്ല. ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് റോക്കറ്റ് ലോഞ്ചറിനെ സംരക്ഷിക്കാൻ കഴിയും. ഇത് സൈന്യത്തിന് തന്ത്രപ്രധാനമായ മേൽക്കൈ നൽകുന്ന സംവിധാനമാണ്. റാംജെറ്റ് എഞ്ചിനെ പിനാക്കയിൽ ഉൾപ്പെടുത്താൻ പക്ഷേ നിരവധി വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് റോക്കറ്റിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരും എന്നതാണ്. പ്രൊപ്പൽഷൻ സംവിധാനത്തിലും ഏറെ മാറ്റം വേണം. റാംജെറ്റിന്റെ നിർമ്മാണത്തിന് വലിയ ചിലവുണ്ട്. കൂടുതൽ കാര്യക്ഷമമായ ചെലവ് കുറയുന്ന സംവിധാനം ഇതിനായി വികസിപ്പിക്കേണ്ടി വരും. സാധ്യമായാൽ പ്രതിരോധ ആയുധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ തീർച്ചയായും ഇന്ത്യയെ ഇത് ഒരു പടി മുന്നിലെത്തിക്കും. യുദ്ധ സാഹചര്യങ്ങളിൽ ലോങ് റേഞ്ച് റോക്കറ്റുകൾ നിർണായകമാണ്. ഇവ യുദ്ധമുന്നണിയിലുള്ള സൈനികർക്ക് നൽകുന്ന കരുത്തും വലുതാണ്. ശത്രുനിരയെ ആക്രമിച്ച് അവരുടെ ശേഷി തകർക്കാൻ അത്യന്താപേക്ഷിതമായതിനാൽ ഗവേഷണവുമായി ഭാരതം മുന്നോട്ട് പോവുകയായിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ ഇവയുടെ വ്യാപകമായ ഉപയോഗമുണ്ടായിരുന്നു. മലമുകളിലുള്ള പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പിനാക്ക വലിയ സഹായമായിരുന്നു. ഇന്ത്യൻ സേനയ്ക്ക് DRDO ആണ് പിനാക്ക റോക്കറ്റ് സംവിധാനം വികസിപ്പിച്ചത്. അതേസമയം പിനാക്ക വെപ്പൺ സിസ്റ്റം ഹിന്ദു ദൈവം ശിവന്റെ നാമത്തിലാണ് രൂപപ്പെടുത്തിയത്. DRDO ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.